നമസ്കാരം. 100 ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നോക്കാം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 100 വാർത്തകൾ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. കടുത്ത ഭിന്നതയ്ക്കിടെ ചേർന്ന സമസ്ത മുശാവറയിൽ വാക്പോര്. സാദിഖലി തങ്ങളെ വിമർശിച്ച് ഉമർ ഫൈസി മുക്കത്തെ മാറ്റി നിർത്തി ചർച്ച വേണമെന്ന് ബഹാവുദ്ദീൻ നദ്വി. വഴങ്ങാതെ ഉമർ ഫൈസി മുക്കം. തർക്കത്തെ തുടർന്ന് യോഗം അവസാനിപ്പിച്ചു. വിശദമായ ചർച്ച പിന്നീടെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു നടി കൂടി സുപ്രീം കോടതിയിൽ. കമ്മിറ്റിക്ക് നൽകിയ മൊഴിയിൽ കൃത്രിമത്വം നടന്നതായി സംശയിക്കുന്നുവെന്ന നടി. നീക്കം അന്വേഷണത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കാനിരിക്കെ. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് ITIയിൽ വൻ സംഘർഷം. SFI KSU പ്രവർത്തകർ ഏറ്റുമുട്ടി. നട്ടെല്ലിന് ഗുരുതര പരിക്കേറ്റ KSU യൂണിറ്റ് പ്രസിഡന്റ് ചികിത്സയിൽ. ITI അനിശ്ചിതകാലത്തേക്ക് അടച്ചു. സംഘർഷം KSU സ്ഥാപിച്ച കൊടി SFI പ്രവർത്തകർ നീക്കിയതോടെ CPIM അടുത്ത തലമുറയിലെ ക്രിമിനലുകളെ വളർത്തുന്നുവെന്ന് VD സതീശൻ. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടി. 3 പഞ്ചായത്തുകളിൽ ഭരണം നഷ്ടമാകും. ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നു. ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന 31 വാർഡുകളിൽ 16ഇടത്ത് UDFന് ജയം. LDFന് 11ഉം BJPക്ക് 3 സീറ്റുകൾ. ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ കായംകുളം CPIMൽ പൊട്ടിത്തെറി. നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം സജിത്ത് S രംഗത്തെത്തി. തന്റെ കൈവെട്ടിമാറ്റിയ പോപ്പുലർ ഫ്രണ്ട് നേതാവിനെ പാർട്ടി അംഗത്വം നൽകി സംരക്ഷിക്കുന്നുവെന്ന് വിമർശനം. കായംകുളത്തെ നേതൃത്വത്തിനെതിരെ ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകി. സംസ്ഥാന കോൺഗ്രസിലെ അസ്വാരസ്യങ്ങൾ അവസാനിക്കുന്നില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തിയെന്ന ആരോപണം ആവർത്തിച്ചു ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മന്റെ പരാതി അവഗണിച്ച് പ്രതിപക്ഷ നേതാവ്. കോൺഗ്രസിലെ പുനഃസംഘടനാ ചർച്ചയ്ക്ക് പിന്നിൽ ചില കേന്ദ്രങ്ങളുണ്ടെന്ന് K മുരളീധരന്റെ ഒളിയമ്പ്. കൊറിയർ ഫ്രാഞ്ചൈസിയുടെ പേരിൽ വൻ തട്ടിപ്പ്. സംസ്ഥാന വ്യാപകമായി തട്ടിപ്പിനിരയായത് 100-ലധികം ആളുകൾ. ഫ്രാഞ്ചൈസി നൽകാമെന്ന പേരിൽ തട്ടിപ്പ് നടത്തിയത് ഈസ്റ്റ് വേ കൊറിയർ എന്ന സ്ഥാപനം. 16 കോടി രൂപയിലധികം സംസ്ഥാന വ്യാപകമായി തട്ടിയെടുത്തെന്ന് കണ്ടെത്തൽ. കാബൂളിൽ ചാവേർ ആക്രമണത്തിൽ അഫ്ഗാനിസ്ഥാനിലെ അഭയാർത്ഥികാര്യമന്ത്രി കൊല്ലപ്പെട്ടു. ഖലീലുർ റഹ്മാൻ ഹഖാനി കൊല്ലപ്പെട്ടത് മന്ത്രാലയത്തിനുള്ളിൽ നടന്ന സ്ഫോടനത്തിൽ. മരിച്ചത് തീവ്രവാദ സംഘടനയായ ഹഖാനി നെറ്റ്വർക്കിന്റെ സ്ഥാപകൻ ജലാലുദ്ദീൻ ഹഖാനിയുടെ സഹോദരൻ. CPIM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കില്ല. പൊതുസമ്മേളനം ഇല്ലാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രി പരിപാടി റദ്ദാക്കിയത്. കരുനാഗപ്പള്ളിയിലെ പ്രശ്നങ്ങളിൽ കൊല്ലം ജില്ലാ നേതൃത്വത്തെ പ്രതിനിധികൾ വിമർശിച്ചു. വഞ്ചിയൂരിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി സമ്മേളനവേദി നിർമ്മിച്ച സംഭവത്തിൽ CPIM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ്. നടപടി ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ CPI അനുകൂല സർവീസ് സംഘടനയുടെ രാപ്പകൽ സമരത്തിൽ കേസെടുത്ത് പോലീസ്. കാൽനട യാത്രക്കാരെ വലച്ച് കൊച്ചിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് പ്രഖ്യാപിച്ചു. മാറിയെടുക്കാവുന്ന ബില്ലുകളുടെ പരിധി 5 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷമാക്കി ഉയർത്തി. ധനകാര്യ സെക്രട്ടറി ട്രഷറി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നത് ലോക്സഭയിൽ ഉയർത്തി ശശി തരൂർ. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനോ സഹായം അനുവദിക്കാനോ കേന്ദ്രം തയ്യാറായില്ല. വിഷയം ഉന്നയിച്ചത് ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ. സഹായ വാഗ്ദാനം നൽകിയവരെ തേടി സംസ്ഥാന സർക്കാർ. കർണാടകയുടെ പിന്തുണ സ്നേഹപൂർവ്വം ആവശ്യപ്പെടുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. 100 വീടുകൾക്ക് സ്വയം സ്ഥലം കണ്ടെത്താൻ മുസ്ലിം ലീഗ്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ച് ഹൈക്കോടതി. ദേവസ്വം ഓഫീസർ അടക്കമുള്ളവർക്ക് കോടതി നോട്ടീസ് അയച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജിയിൽ ദേവസ്വം ഭരണസമിതിക്ക് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ആചാരങ്ങൾ അതേപടി തുടരണമെന്ന് സുപ്രീംകോടതി നിരീക്ഷണം. ഉദയാസ്തമന പൂജ വഴിപാടാണ്, ആചാരമല്ലെന്ന് കോടതി അറിയിച്ച് ഗുരുവായൂർ ദേവസ്വം. കോഴിക്കോട് വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവിനെ ഇടിച്ചുകൊന്ന കേസിൽ ബെൻസ് കാറിന്റെ ഡ്രൈവർ സാബിത്ത് അറസ്റ്റിൽ. വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെന്ന് കണ്ടെത്തൽ. വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ ഹാജരാക്കാൻ നിർദ്ദേശം. മരിച്ച ആൽവിന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി.
തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മരുമകൻ ശബരീശനെതിരെ ആരോപണവുമായി തമിഴ്നാട് BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ. അദാനിയുമായി ശബരീശൻ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച നിഷേധിച്ചാൽ തെളിവുകൾ പുറത്തുവിടുമെന്നും അണ്ണാമലൈ. ഇന്ത്യ സഖ്യത്തെ കോൺഗ്രസ് തന്നെ നയിക്കണമെന്ന് DMK. രാജ്യത്തുടനീളം വേരോട്ടമുള്ള പാർട്ടി എന്ന നിലയിൽ മുന്നണിയെ നയിക്കേണ്ടത് കോൺഗ്രസ് എന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ 24നോട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കേരളത്തെ കേന്ദ്രം അവഗണിച്ചുവെന്നും ഇളങ്കോവൻ കുറ്റപ്പെടുത്തി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയയ്ക്ക് ആശ്വാസം. ജാമ്യവ്യവസ്ഥയിൽ സുപ്രീംകോടതി ഇളവ് വരുത്തി. EDയുടെയും CBIയുടെയും മുന്നിൽ ആഴ്ചയിൽ 2 തവണ ഹാജരാകണമെന്ന വ്യവസ്ഥ സുപ്രീംകോടതി റദ്ദാക്കി. ശബരിമലയിൽ ഭിന്നശേഷിക്കാരന് ഡോളി സേവനം ലഭിക്കാതിരുന്നതിൽ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. ദർശനത്തിനെത്തുന്ന ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഡോളി എത്തിക്കുന്നതിന് സംവിധാനം വേണം. ശാരീരിക ബുദ്ധിമുട്ടുള്ളവരുടെ വാഹനങ്ങൾ നിലയ്ക്കൽ പിന്നിടുമ്പോൾ പമ്പയിലേക്ക് പോലീസ് വിവരങ്ങൾ കൈമാറണമെന്നും നിർദ്ദേശം. CPIM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ചില്ലുകുപ്പിയിൽ കുടിവെള്ളം വിതരണം ചെയ്തതിൽ വിവാദം. സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾക്കെതിരെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോം. കരിങ്ങാലി വെള്ളക്കുപ്പി കാണുമ്പോൾ ബിയർ എന്ന് തോന്നുന്നവരുടെ മനോനില പരിശോധിക്കണം. ചിന്താ ജെറോമിന്റെ പ്രതികരണം ഫേസ്ബുക്കിലൂടെ. സർചാർജ് പിരിക്കാൻ അനുമതി തേടി KSEB വീണ്ടും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനെ സമീപിക്കും. സർചാർജ് പിരിക്കാൻ KSEB അപേക്ഷ നൽകിയത് 2024 ഏപ്രിൽ മുതൽ ജൂലൈ വരെ വൈദ്യുതി വാങ്ങിയ ബാധ്യത തീർക്കാൻ. വൈദ്യുതി വാങ്ങിയതിൽ ബാധ്യത 37 കോടി രൂപയിലധികം. സംസ്ഥാനത്ത് മഴ കനക്കും. നാളെ 6 ജില്ലകളിൽ റെഡ് അലർട്ടും 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്ക്. നാളെ മുതൽ ഈ മാസം 14 വരെയാണ് നിയന്ത്രണം. കോഴിക്കോട് നാദാപുരത്ത് ബസ് ജീവനക്കാർക്ക് മർദ്ദനം. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ് തടഞ്ഞു നിർത്തിയാണ് മർദ്ദിച്ചത്. ഡ്രൈവർ ഹരികൃഷ്ണൻ, കണ്ടക്ടർ സിജിൻ എന്നിവർക്ക് പരിക്ക്. തൃശൂർ പുതുക്കാട് മദ്യപാനത്തിനിടെ യുവാവിന് ക്രൂരമർദ്ദനം. ബാറിലുണ്ടായ വാക്കുതർക്കത്തിനിടെ യുവാവിനെ ബിയർ കുപ്പിക്കൊണ്ട് തലക്കടിച്ചു. പ്രതി ആമ്പല്ലൂർ വെണ്ടൂർ സ്വദേശി ദിനേഷ് അറസ്റ്റിൽ. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ 24-ന്. തിരുവനന്തപുരത്ത് 4 വയസ്സുകാരിയെ മുറിവേൽപ്പിച്ച സംഭവത്തിൽ അധ്യാപിക ഒളിവിൽ. അന്വേഷണം തുടരുന്നുവെന്ന് പോലീസ്. കുഞ്ഞിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം കൂടുതൽ പേരിൽ നിന്ന് മൊഴിയെടുക്കും. അധ്യാപികയെ പുറത്താക്കിയെന്ന് സ്കൂൾ അധികൃതർ. മലപ്പുറം പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 300 പവൻ സ്വർണം കവർന്ന കേസിൽ 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് പൊന്നാനി സ്വദേശികളായ സുഹേൽ, നാസർ, പാലക്കാട് സ്വദേശി മനോജ് എന്നിവർ. പൊന്നാനി സ്വദേശി രാജീവിന്റെ വീട്ടിൽ മോഷണം നടന്നത് കഴിഞ്ഞ ഏപ്രിലിൽ. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപം അതീവ സംരക്ഷണ മേഖലയിൽ ചട്ടം ലംഘിച്ച് മരമുറി. സ്വകാര്യ ഭൂമിയിൽ നിന്ന് മുറിച്ചു മാറ്റിയത് വർഷങ്ങൾ പഴക്കമുള്ള 9 മരങ്ങൾ. മരം മുറിക്കാൻ അനുമതി നൽകിയത് ഡിസ്പെൻസറി നിർമ്മാണത്തിനെന്ന് വനം വകുപ്പ്. ഡിസ്പെൻസറി തുടങ്ങാൻ അനുമതി വാങ്ങിയിട്ടില്ലെന്ന് അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് 24നോട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ നവജാത ശിശുവിനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം. കുട്ടിയുടെ രക്ഷിതാക്കളെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ പോലീസ്. അന്വേഷണം പ്രസവവുമായി ബന്ധപ്പെട്ട് സമീപ നാളുകളിൽ ചികിത്സ തേടിയവരെ കേന്ദ്രീകരിച്ച്. തിരുവനന്തപുരം പോത്തൻകോട്ടെ വയോധികയുടെ കൊലപാതകത്തിൽ അറസ്റ്റിലായ പ്രതി തൗഫീഖിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. ഇതിനായി കസ്റ്റഡി അപേക്ഷ നൽകും. വയോധികയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സർക്കാർ ജീവനക്കാർ പ്രതിവർഷ സ്വത്ത് വിവരം സമർപ്പിക്കാൻ മാർഗനിർദ്ദേശം പുറത്തിറക്കി സംസ്ഥാന സർക്കാർ. സ്വത്ത് വിവര പട്ടിക സ്പാർക്ക് മുഖേന ഓൺലൈനായി സമർപ്പിക്കണമെന്ന് നിർദ്ദേശം. വിവരങ്ങൾ സമർപ്പിക്കാത്ത ജീവനക്കാരെ സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം എന്നിവയ്ക്ക് പരിഗണിക്കില്ല. മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച് തെലുഗു നടൻ മോഹൻ ബാബു വിളിച്ച വാർത്താ സമ്മേളനത്തിനിടെയാണ് ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ചത്. സംഭവത്തിൽ രജകൊണ്ട പോലീസ് കേസെടുത്തു. വാമനപുരം നദിയിൽ 5ാം ക്ലാസ്സുകാരൻ മുങ്ങി മരിച്ചു. നഗരൂർ സ്വദേശി ശിവാനന്ദനാണ് മരിച്ചത്. ആറ്റിലിറങ്ങിയപ്പോൾ ചെളിയിൽ പുതഞ്ഞാണ് അപകടം. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ.
യാക്കോബായ കാതോലിക്ക വാഴിക്കൽ ചടങ്ങുകളെക്കുറിച്ച് പ്രചരിക്കുന്നത് വ്യാജ വാർത്തയെന്ന് ജോസഫ് മാർ ഗ്രിഗോറിയോസ് 24-നോട്. ജനുവരിയിൽ ദമാസ്കസിൽ വെച്ച് ചടങ്ങ് നടത്തുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് മലങ്കര മെത്രാപ്പൊലീത്ത വ്യക്തമാക്കി. കണ്ണൂരിൽ വാഹനങ്ങൾക്കിടയിൽപ്പെട്ട് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ചെറുപുഴ ചുണ്ട സ്വദേശി കുടിയിൽ വീട്ടിൽ ബലരാമനാണ് മരിച്ചത്. ടിപ്പർ ലോറിക്കും പിക്കപ്പ് ലോറിക്കും ഇടയിൽ അകപ്പെട്ടാണ് അപകടം. ശബരിമല ഹെൽപ്പ് ഡെസ്ക് പൊളിച്ചു മാറ്റാൻ യൂത്ത് കോൺഗ്രസിന് KSRTCയുടെ നിർദ്ദേശം. പത്തനംതിട്ട ഡിപ്പോയിലെ യൂത്ത് കോൺഗ്രസ്, സംഘടിത തൊഴിലാളി കോൺഗ്രസ് എന്നിവരുടെ ഹെൽപ്പ് ഡെസ്ക്, ഫ്ലെക്സ് ബോർഡുകൾ എന്നിവ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. വേലിയേറ്റത്തെ തുടർന്ന് വെള്ളപ്പൊക്ക പ്രതിസന്ധി നേരിടുന്ന കൊച്ചി താന്തോണി തുരുത്ത് നിവാസികളുടെ പ്രതിഷേധം തുടരുന്നു. ഉറപ്പ് പാലിക്കുന്നതുവരെ ജിഡ ഓഫീസിന് മുന്നിൽ സമരം തുടരുമെന്ന് ദ്വീപ് നിവാസികൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങൾ ഒഴിവാക്കണമെന്ന സർക്കുലർ. രോഗികളിൽ നിന്ന് പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആഘോഷങ്ങൾ വിലക്കിയത്. സർക്കാർ ഭൂമിയിലെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിക്കാൻ വനം വകുപ്പിന്റെ അനുമതി വേണ്ട. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. അതേസമയം വൃക്ഷ സംരക്ഷണ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെട്ട ഭൂമിയിലെ മരങ്ങൾ മുറിക്കാൻ നിലവിലെ രീതി തുടരും. കൊല്ലത്ത് കള്ളക്കടൽ പ്രതിഭാസം. തീരത്തേക്ക് ശക്തമായ തിര അടിച്ചുകയറി. ശക്തമായ കടൽക്ഷോഭം ഉണ്ടായതായി പ്രദേശവാസികൾ. യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് 2 ട്രെയിനുകൾക്ക് അധിക കോച്ച് അനുവദിച്ചു. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദിക്ക് ഒരു ചെയർ കാറും തിരുവനന്തപുരം മധുരൈ അമൃത എക്സ്പ്രസിന് ഒരു സ്ലീപ്പർ കോച്ചുമാണ് അനുവദിച്ചത്. കടുവ സാന്നിധ്യത്തെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ വനംവകുപ്പ് 2 ക്യാമറകൾ സ്ഥാപിച്ചു. രാത്രികാലങ്ങളിൽ യാത്രക്കാർ പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ്. തൃശൂർ മാളയിൽ പിക്കപ്പ് നിയന്ത്രണം തെറ്റി മറിയുന്നതിന്റെ CCTV ദൃശ്യം 24-ന്. ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിൽ അസം സ്വദേശിയായ അതിഥി തൊഴിലാളി മരിച്ചിരുന്നു. തൃശൂരിൽ സ്കൂട്ടറിലെ പെട്രോൾ ചോർന്നുണ്ടായ തീപിടുത്തത്തിൽ യുവാവ് മരിച്ചു. പേരാമംഗലം സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ഇന്നലെ സ്കൂട്ടർ അപകടത്തിനിടെയാണ് പെട്രോൾ ചോർന്നത്. കോഴിക്കോട് പയ്യോളിയിൽ ഇലക്ട്രിക് സ്കൂട്ടർ തീവെച്ച് നശിപ്പിച്ചു. പുതിയടത്ത് സജിത്തിന്റെ വാഹനമാണ് നശിപ്പിച്ചത്. കേസിൽ പ്രതിയായ പയ്യോളി സ്വദേശി ഫഹദിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. നെടുമ്പാശ്ശേരിയിൽ ഭിന്നശേഷിക്കാരന്റെ മീൻകട കടയുടമ തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ ദിവസമാണ് വാടക നൽകാൻ വൈകിയെന്ന് പറഞ്ഞ് 2 കാലും തളർന്ന സുരേഷിന്റെ കടയിലെ സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. തൃശൂർ നഗരത്തിൽ യുവാവിന്റെ സ്കേറ്റിംഗ് അഭ്യാസ പ്രകടനം. തിരക്കേറിയ സ്വരാജ് റൗണ്ടിലായിരുന്നു അഭ്യാസ പ്രകടനം. ദൃശ്യങ്ങൾ 24-ന്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ വയോധികന് പരിക്ക്. കൊളക്കാട് സ്വദേശി ബാലകൃഷ്ണനെയാണ് കാട്ടുപന്നി ആക്രമിച്ചത്. കഞ്ചാവ് ചെടി വെട്ടി നശിപ്പിച്ചതിന് യുവാവിന്റെ വൈരാഗ്യത്തിനിരയായത് 300-ലധികം വാഴകളും കുരുമുളക് ചെടികളും. വയനാട് മാനന്തവാടിയിലാണ് സംഭവം. കൃഷി നശിപ്പിച്ച ശേഷം സ്ഥല ഉടമയ്ക്ക് യുവാവ് വാട്സപ്പിൽ സന്ദേശവും അയച്ചു. തൃശൂർ വാടാനപ്പള്ളിയിൽ തെരുവുനായ ഓടിച്ചതിനെ തുടർന്ന് സൈക്കിളിൽ നിന്ന് വീണ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. വാടാനപ്പള്ളി സ്വദേശി സഗീറിന്റെ മകൻ അദ്നാനാണ് പരിക്കേറ്റത്. മലപ്പുറം കരുളായിലെ യുവതിയുടെ മരണം പാറയിൽ വീണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തുടയെല്ല് പൊട്ടിയിട്ടുണ്ട്. കൊലപ്പെടുത്തിയതെന്ന ശബ്ദ സന്ദേശം വ്യാജം. നവംബർ 30-നാണ് ചോലനായ്ക്കർ വിഭാഗത്തിലെ മാത്തി മരിച്ചത്. തൃശൂർ വെള്ളിക്കുളങ്ങരയിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു. ശാസ്താംപൂവം സ്വദേശി മീനാക്ഷിയാണ് മരിച്ചത്. മൃതദേഹം വനത്തിനുള്ളിൽ നിന്നാണ് കണ്ടെത്തിയത്. കോഴിക്കോട് ചെത്തുകടവിൽ വീട്ടുമുറ്റത്ത് അണലി. വനംവകുപ്പ് റാപ്പിഡ് റെസ്പോൺസ് ടീം പാമ്പിനെ പിടികൂടി. ദൃശ്യങ്ങൾ 24-ന്. കോഴിക്കോട് നഗരത്തിലെ ക്ഷേത്രത്തിൽ മോഷണശ്രമം. മുതലക്കുളത്തെ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നാണ് ഭണ്ഡാരം തകർത്ത് പണം കവരാൻ ശ്രമിച്ചത്. കസബ പോലീസ് അന്വേഷണം ആരംഭിച്ചു. KKTM ഗവൺമെന്റ് കോളേജ് പുല്ലൂറ്റും
കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാർലമെന്ററി കാര്യ വകുപ്പും സംയുക്തമായി ദേശീയതയും ഇന്ത്യൻ ജനാധിപത്യവും എന്ന വിഷയത്തിൽ ഏകദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. കേരള സാംസ്കാരിക മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായ കെ ബാബുരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി കാര്യ വകുപ്പ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ബിവീഷ് UC മുഖ്യാതിഥിയായി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബിന്ദു ശർമിള TK അധ്യക്ഷയായി. കേംബ്രിഡ്ജ് ഔട്ട്സ്റ്റാൻഡിംഗ് ലേണേഴ്സ് അവാർഡുകൾ തിരുവനന്തപുരം കഴക്കൂട്ടം ക്രൈസ്റ്റ് നഗർ ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക്. സോണിയ എലിസബത്ത് ജേക്കബ് IGCSE ഫോറിൻ ലാംഗ്വേജ് ജർമ്മൻ ഭാഷയിൽ 2023 നവംബർ സീരീസ് പരീക്ഷയിൽ ലോക 1ാം റാങ്ക് കരസ്ഥമാക്കി. മിലി ആൻഡ് ജേക്കബ് കേംബ്രിഡ്ജ് IGCSE സോഷ്യോളജി 2023 നവംബർ സീരീസിൽ ലോക 3ാം സ്ഥാനം നേടി. PK റോസി അവാർഡ് വിതരണം ചെയ്തു. 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് ബെസ്റ്റ് ടെലിവിഷൻ ജേർണലിസ്റ്റ് അവാർഡ്. കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ മാതൃഭൂമി ചെയർമാൻ ആൻഡ് മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ പുരസ്കാരം സമ്മാനിച്ചു. ഈ വർഷത്തെ ലക്ഷദ്വീപ് ദീപപ്രഭ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ ഷെരീഫ് കാവലാടിന്. ഓർമ്മകളിൽ എന്നും PM സയ്യിദ് സാഹിബ് എന്ന കൃതിക്കാണ് പുരസ്കാരം. ലക്ഷദ്വീപിൽ നടക്കുന്ന ചടങ്ങിൽ UCK തങ്ങൾ പുരസ്കാരം സമ്മാനിക്കും. ഇനി പ്രധാന അറിയിപ്പുകൾ. ചക്കുളത്തുകാവ് പൊങ്കാലയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര, അമ്പലപ്പുഴ താലൂക്കിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമില്ല. സംസ്ഥാന ശിശുക്ഷേമ സമിതിക്ക് കീഴിൽ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ശിശു പരിചരണ ദത്തെടുക്കൽ കേന്ദ്രങ്ങളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ വനിതാ കെയർടേക്കറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ HSST മാത്സ് അധ്യാപക ഒഴിവ്. ഈ മാസം 13 രാവിലെ 10:30 ചേവായൂരിലെ +2 അനക്സിൽ അഭിമുഖം നടക്കും. വടകരയിൽ ലീഗൽ മെട്രോളജി വകുപ്പിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ അദാലത്തിലേക്ക് ഈ മാസം 14 വരെ അപേക്ഷ സ്വീകരിക്കും. വടകര താലൂക്കിലെ 22 പഞ്ചായത്തുകളിലും നഗരസഭയിലും ഉൾപ്പെടുന്ന വ്യാപാരികൾക്കും ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ ഉടമകൾക്കും ആനുകൂല്യം പ്രയോജനപ്പെടുത്താം. നോക്കാം ദേശീയ വാർത്തകൾ. മധ്യപ്രദേശ് ഇൻഡോറിൽ രൂപമാറ്റം വരുത്തിയ ബൈക്ക് സൈലൻസറുകൾ ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിച്ചു. 1000-ഓളം വരുന്ന ബൈക്ക് സൈലൻസറുകളാണ് ഇൻഡോർ ട്രാഫിക് പോലീസ് നശിപ്പിച്ചത്. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ പൊട്ടിത്തെറി. സൈനപോരയിലെ കശ്യു മേഖലയിലാണ് സ്ഫോടനം. സൈന്യം കണ്ടെത്തിയ സ്ഫോടക വസ്തു നിർവീര്യമാക്കിയെന്ന് പോലീസ്. വിവാദ പ്രസ്താവനയിൽ ജസ്റ്റിസ് SK യാദവിനെ പുറത്താക്കാൻ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കുമെന്ന് നാഷണൽ കോൺഫറൻസ്. നിലവിൽ 7 MPമാരുടെ പിന്തുണയാണുള്ളത്. പാർട്ടി നേതാക്കളെ കണ്ട് 100 MPമാരുടെ പിന്തുണയോടെ പ്രമേയം അവതരിപ്പിക്കുമെന്നും നാഷണൽ കോൺഫറൻസ് MP ആഗ റുഹുല്ല മെഹ്ദി. സ്ത്രീധന നിരോധന നിയമം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ സുപ്രീംകോടതി. ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾക്കുമെതിരെ ഇതിലൂടെ കള്ളക്കേസുകൾ നൽകുന്നതിന് നിയമം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കോടതി നിരീക്ഷണം. സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാനുള്ള നിയമം ദുരുപയോഗം ചെയ്യരുതെന്നും സുപ്രീംകോടതി. മുംബൈ കുർളയിലെ ബസ് അപകടത്തിന് കാരണം ഇലക്ട്രിക് ബസ് ഓടിക്കാനുള്ള ഡ്രൈവറുടെ പരിചയക്കുറവെന്ന് പോലീസ്. ബ്രേക്കിന് പകരം ആക്സിലറേറ്റർ ചവിട്ടിപ്പോയതാണ് വലിയ അപകടമുണ്ടാക്കിയതെന്നും പരിശോധനാ റിപ്പോർട്ട്. അപകടത്തിൽ 7 പേരാണ് മരിച്ചത്. ഡൽഹിയിൽ ശീതതരംഗം രൂക്ഷം. കുറഞ്ഞ താപനില 6 ഡിഗ്രി സെൽഷ്യസിലെത്തി. പലയിടങ്ങളിലും മൂടൽമഞ്ഞ് തുടരുന്നു. രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ മുന്നണി. ധൻഖർ ഒഴികെയുള്ള രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിമാർ രാഷ്ട്രീയം കളിച്ചിട്ടില്ലെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ. രാജ്യസഭയിൽ നിയമത്തെക്കാൾ രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകിയെന്നും നേതാക്കൾ. ധൻഖറിനെതിരായ പ്രതിപക്ഷ നീക്കത്തെ പ്രതിരോധിച്ച് BJP. കടുത്ത വിമർശനവുമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബൈക്ക് അഭ്യാസത്തിൽ 3 ലോക റെക്കോർഡുകൾ സ്വന്തമാക്കി ഇന്ത്യൻ കരസേന. ബംഗളൂരു ആസ്ഥാനമായുള്ള ആർമി സർവീസ് കോറിലെ ടൊർണാഡോ അഭ്യാസ ടീം അംഗങ്ങളാണ് പുതിയ നേട്ടം കൈവരിച്ചത്.
ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങി ഇന്ത്യ സഖ്യം. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. NCP അധ്യക്ഷൻ ശരത് പവാറും ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. രാജ്യാന്തര വാർത്തകളിലേക്ക്. അഴിമതി കേസിൽ ഇസ്രയേൽ കോടതിയിൽ ഹാജരായി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. 4 മണിക്കൂർ നീണ്ട വിചാരണയ്ക്കിടയിൽ 2 തവണ സൈനിക സെക്രട്ടറി യുദ്ധകാര്യങ്ങൾ കൈമാറി. കുറ്റം നിഷേധിച്ച നെതന്യാഹു മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി. സിറിയയിൽ നിന്ന് 75 ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു. 75 പേരെയും ലെബനനിലേക്ക് സുരക്ഷിതമായി മാറ്റിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. ജമ്മുകശ്മീരിൽ നിന്ന് സിറിയയിലെത്തി കുടുങ്ങിയ 44 പേരും ഇവരിൽ ഉൾപ്പെടും. സിറിയയിൽ ഭരണം പിടിച്ച വിമത സംഘടന HTSുമായി ചർച്ച നടത്തിയ അമേരിക്ക എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സർക്കാർ രൂപീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അസദ് ഭരണകൂടം നിലംപതിച്ചതിനു ശേഷം സിറിയയിലെ അമേരിക്കയുടെ ആദ്യ തന്ത്രപ്രധാന ഇടപെടലാണിത്. തെക്കൻ കാലിഫോർണിയയിലെ മാലിബുവിൽ കാട്ടുതീ വ്യാപനം. 2700 ഏക്കറിലധികം വനഭൂമി കത്തിനശിച്ചു. ശക്തമായ കാറ്റ് തീയണയ്ക്കാൻ വെല്ലുവിളി. അറസ്റ്റിലായ ദക്ഷിണ കൊറിയൻ മുൻ പ്രതിരോധ മന്ത്രി കിം യോങ് ഹ്യൂൻ തടങ്കൽ കേന്ദ്രത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. രാജ്യത്ത് പട്ടാള നിയമം ഏർപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചെന്ന് ആരോപിച്ചാണ് പ്രതിരോധ മന്ത്രിയെ കസ്റ്റഡിയിലെടുത്തത്. തായ്വാൻ മേഖലയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. 53 ചൈനീസ് സൈനിക വിമാനങ്ങളും 11 നാവിക കപ്പലുകളും രാജ്യാതിർത്തിയിലെത്തിയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം. 2025 ഒപെക് പ്രസിഡന്റായി ഇറാനിയൻ ഓയിൽ മന്ത്രി മൊഹ്സെൻ പക്നജാദിനെ തെരഞ്ഞെടുത്തു. ഒപെക് സമ്മേളനം 2025 ഓഗസ്റ്റിൽ നടക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. ഗ്രാമിന് 80 രൂപയും പവന് 640 രൂപയുമാണ് വർദ്ധിച്ചത്. സിറിയയിലെ പുതിയ രാഷ്ട്രീയ സംഘർഷങ്ങളും ചൈനയുടെ സ്വർണം വാങ്ങലുമാണ് വിപണിയെ സ്വാധീനിച്ചത്. SMS-കളുമായി ബന്ധപ്പെട്ട ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ നിബന്ധനകൾ പ്രാബല്യത്തിൽ. ടെലിമാർക്കറ്റിംഗ് മെസ്സേജുകൾ ട്രേസ് ചെയ്യാവുന്ന തരത്തിലായിരിക്കണമെന്നാണ് ട്രായ് ഉത്തരവ്. കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതിയിലൂടെ ശീതീകരിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തി. ചിക്കൻ ഡ്രം സ്റ്റിക്സ്, ബോൺലെസ് ബ്രസ്റ്റ്, ചിക്കൻ ബിരിയാണി കട്ട്, ചിക്കൻ കറി കട്ട്, ഫുൾ ചിക്കൻ എന്നിവ മന്ത്രി MB രാജേഷ് പുറത്തിറക്കി. ക്വിക്ക് ഡെലിവറി സർവീസുമായി ഇ-കൊമേഴ്സ് വമ്പൻ ആമസോണും. ഈ മാസം അവസാനത്തോടെ ബംഗളൂരുവിൽ സർവീസ് തുടങ്ങും. ലക്ഷദ്വീപിലേക്ക് കേരളത്തിൽ നിന്ന് വിദേശ മദ്യമെത്തി. ബെഫ്കോയിൽ നിന്ന് 267 കേസ് മദ്യമാണ് കപ്പൽ മാർഗം ബംഗാരം ദ്വീപിലെത്തിച്ചത്. 21 ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് ഇതുവഴി ബെഫ്കോയ്ക്ക് ലഭിച്ചത്. കായിക വാർത്തകളിലേക്ക്. ഓസ്ട്രേലിയയിൽ തന്റെ ടീമിന്റെ ചരിത്ര പരമ്പര വിജയത്തിനിടെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച പാകിസ്ഥാൻ പേസർ ഹാരിസ് റൌഫ് നവംബറിലെ മികച്ച താരത്തിനുള്ള ICC അവാർഡ് സ്വന്തമാക്കി. ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയെയും ദക്ഷിണാഫ്രിക്കയുടെ മാർക്കോ യാൻസനെയും പിന്തള്ളിയാണ് നേട്ടം. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി T20 ടൂർണമെന്റിൽ സൗരാഷ്ട്രയെ 6 വിക്കറ്റിന് വീഴ്ത്തി മധ്യപ്രദേശ് സെമിയിൽ. ആദ്യം ബാറ്റ് ചെയ്ത സൗരാഷ്ട്ര ചിരാഗ് ജാനിയുടെ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 173 റൺസ് എടുത്തപ്പോൾ മധ്യപ്രദേശ് 19.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. നോക്കാം കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. അല്ലു അർജുൻ ചിത്രമായ പുഷ്പ 2വിന്റെ ഹിന്ദി പതിപ്പ് യൂട്യൂബിൽ മിന്റു കുമാർ മിന്റു രാജ് എന്റർടൈൻമെന്റ് എന്ന പേരിലാണ് അപ്ലോഡ് ചെയ്തത്. ഇന്ന് രാവിലെ വ്യാജ പതിപ്പ് നീക്കം ചെയ്തു. ഇനി ഫാക്ട് ചെക്ക്. UPI പേയ്മെന്റ് ആപ്പായ ഫോൺപേ ഉപയോക്താക്കൾക്ക് 5000 രൂപ ക്യാഷ് ബാക്ക് നൽകുന്നുവെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചാരണമുണ്ട്. പോസ്റ്റിനൊപ്പമുള്ള ഫോൺപേയുടെ ചിത്രമുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിൽ കാണുന്ന സ്ക്രാച്ച് കാർഡ് ഉപയോഗിച്ചാൽ പണം ലഭിക്കുമെന്നാണ് അവകാശവാദം. യഥാർത്ഥത്തിൽ ഫോൺപേ ഇത്തരം ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് സേവനം നൽകുന്നില്ല. നോക്കാം നാളത്തെ വാർത്തകൾ. കൊച്ചി നഗരത്തിലും സമീപ പഞ്ചായത്തുകളിലും നാളെ കുടിവെള്ള വിതരണം പൂർണ്ണമായും മുടങ്ങും. ആലുവ ജലശുദ്ധീകരണശാലയിൽ നിന്ന് കൊച്ചി നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിക്കാനുള്ള അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് കുടിവെള്ള വിതരണം നിർത്തിവെക്കുന്നത്. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. കൂട്ടാലിട സെക്ഷൻ, കട്ടാങ്ങൽ സെക്ഷൻ പരിധികളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കുളത്തൂർ ആർട്സ് ആൻഡ് സയൻസസ് കോളേജിൽ ജിയോളജി വിഭാഗം ഗസ്റ്റ് ലെക്ചറർ ഒഴിവ് നാളെ വൈകിട്ട് 5-ന് മുൻപ് അപേക്ഷിക്കണം.
ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. യുക്രൈനിലെ സപ്പോരിജിയയിൽ റഷ്യൻ മിസൈൽ ആക്രമണം, 8 പേർ കൊല്ലപ്പെട്ടു, 22 പേർക്ക് പരിക്ക്. സുഡാനിൽ ആഭ്യന്തര കലാപത്തിന് അയവില്ല. സുഡാൻ സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിലുള്ള പോരാട്ടം രൂക്ഷം. ഈ ആഴ്ചയുണ്ടായ ആക്രമണങ്ങളിലായി 100ഓളം പേർ കൊല്ലപ്പെട്ടു. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാക്കുന്നു. താങ്ക് യു.